സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ബേസിക് മാത്സിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ 2025-26 വർഷത്തെ 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നമ്മുടെ ബേസിക് മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ 8ൽ നിന്ന് 9 വന്ന കുട്ടികളായിരിക്കും ഉള്ളത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബേസിക് മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ വന്നിരിക്കും. ഇപ്പോൾ കുറെ പേർക്ക് നമ്മൾ 9ാം ക്ലാസ്സിൽ നല്ല നല്ല മാർക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് മുമ്പിൽ വിലങ്ങ് തടിയായിട്ട് മാത്സ് സബ്ജക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ കുറെ പേർക്ക് മാത്സ് ആണ് പാടായിട്ടുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റ് പാടല്ല എന്നല്ല, പക്ഷേ ഭൂരിഭാഗം പേർക്കും ടഫ് ആയിട്ടുള്ളത് മാത്സ് ആണ്. അപ്പം ഈ ഒരു ടഫ് മാറ്റി മാത്സ് കുറച്ച് ഈസി ആക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാത്സിന്റെ ബേസിക്സ് അറിയുക എന്നാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ബേസിക് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള മാത്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതുള്ളത്. പിന്നെ നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് 15 പാഠങ്ങളാണുള്ളത്. നമുക്ക് 15 പാഠങ്ങളാണുള്ളത്. അപ്പോൾ 15 പാഠങ്ങളാണ് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതാണ് പാർട്ട് 1. 1 മുതൽ 7 വരെയാണ് നമുക്ക് പാർട്ട് 1 ഉള്ളത്. പിന്നെ ബാക്കി 8 മുതൽ 15 വരെ പാർട്ട് 2 നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാഠം പെയർസ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികളാണ്. പിന്നെ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ, പാരലൽ ലൈൻസ് സമാന്തര വരകൾ, മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഗുണന സമവാക്യങ്ങൾ, പിന്നെ ഇറേഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഭിന്നക ഗുണനം, സിമിലർ ട്രയാങ്കിൾസ് സദൃശ ത്രികോണങ്ങൾ, നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യകൾ. ഇതാണ് നമുക്ക് പാർട്ട് 1 ഉള്ളത്. പാർട്ട് 2 സർക്കിൾ മെഷേഴ്സ് വൃത്തങ്ങളുടെ അളവുകൾ, പിന്നെ റിയൽ നമ്പേഴ്സ് രേഖീയ സംഖ്യകൾ, പോളിനോമിയൽസ് ബഹുപദങ്ങൾ, പാർട്സ് ഓഫ് സർക്കിൾസ് വൃത്തഭാഗങ്ങൾ, പ്രിസംസ് സ്തംഭങ്ങൾ, പിന്നെ പോളിനോമിയൽ പിക്ചേഴ്സ് ബഹുപദ ചിത്രങ്ങൾ, പ്രോപ്പറേഷൻ അനുപാതം, പിന്നെ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്ക്. അപ്പം ഇതിൽ നമ്മുടെ ലാസ്റ്റ് പാഠം സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ നോക്കിയതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യം എളുപ്പമുള്ള പാഠമാണ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മറിച്ച് നോക്കിയതാണ്. അങ്ങനെ നോക്കിയപ്പം ലാസ്റ്റ് പാഠം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്. പിന്നെയുള്ള ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാഠങ്ങളൊക്കെയാണുള്ളത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബേസിക്സ് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. പക്ഷെ ബേസിക്സ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബേസിക്സ് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സ് പകുതി സിമ്പിൾ ആണെന്ന് ഞാൻ പറയാം. അതാണ് ബേസിക്സ് അറിഞ്ഞാലുള്ള ആദ്യത്തെ പോയിന്റ്. അപ്പം ബേസിക്സ് അറിയുക എന്നത് മാത്സ് പഠിക്കുന്നതിന് ആവശ്യമാണ്. ഓക്കെ, മാത്സ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിന് പ്രധാന കാരണം ബേസിക്സ് അറിയാത്തതാണ്. അതുകൊണ്ട് ബേസിക്സ് പഠിക്കാം. ബേസിക്സ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ചാനൽ നമുക്ക് 2 മാസം, ഇപ്പം നമുക്ക് വെക്കേഷൻ ആണ്, 2 മാസം വെറുതെ ഇരിക്കുക. നിങ്ങൾ ആ ഒരു വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ആ ഒരു ബേസിക്സ് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഈ ഒരു 2 മാസം, ഏപ്രിൽ മെയ് 2 മാസം നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലെ മാത്സിന്റെ ബേസിക്സ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കാണുവാണെങ്കിൽ നിങ്ങൾ പിന്നെ ഏപ്രിലും മെയിലും കഴിഞ്ഞ് ജൂണിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മാത്സ് കുറച്ചെങ്കിലും എളുപ്പമായി. ഓക്കെ, ഈ ബേസിക്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഈ ചാപ്റ്റേഴ്സും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്സിന് ഫുൾ അടിക്കാനുള്ള 80 മാർക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾ ബേസിക്സ് പഠിക്കുക. ഈ ഒരു 2 മാസം നേരെ നമ്മൾ ചാപ്റ്റർ 1 പെയർസ് ഓഫ് ഇക്വേഷനിലേക്ക് പോവാതെ നിങ്ങൾ കുറച്ച് ബേസിക്സ് പഠിക്കുക. ബാക്കിയുള്ള സബ്ജക്ട്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ മാത്സിനെ കുറിച്ചാണ് പറയുന്നത്. മാത്സിൽ നിങ്ങൾ നേരെ ചാപ്റ്ററിലേക്ക് പോവാതെ ഫസ്റ്റ് നിങ്ങൾ ബേസിക്സ് പഠിക്കുക. ബേസിക്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചാപ്റ്ററിലേക്ക് കടക്കുക. ഈ ഒരു 2 മാസം നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കളയാതെ ബേസിക്സ് പഠിക്കുക. ബേസിക്സ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു 2 മാസത്തെ അവധിക്ക് നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുപോലെ ബേസിക് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാം ഇരുന്ന് കാണുക. ഓക്കെ, അപ്പം പുതിയൊരു ബേസിക് വീഡിയോ ആയിട്ട് കാണാം. അപ്പം നേരത്തെ ഇപ്പൊ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലിയോൺ ക്ലാസ് 9 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.